ഇപ്പോൾ അർജുനെ കണ്ടെത്തുകയാണ് പ്രധാനം. അതുകൊണ്ട് അർജുനെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മന്ത്രി രാവിലെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്ന തെരച്ചിൽ വെച്ചുകൊണ്ട് തന്നെ കുടുംബവും നാട്ടുകാരും അസംതൃപ്തരാണ്. കാരണം കൂടുതൽ മിഷണറീസ് അവിടെ എത്തിക്കണമെന്നാണ് ആവശ്യം. അർജുൻ്റെ അയൽവാസിയായ ബാബുചേട്ടൻ ചേർന്നു. ചേട്ടാ, ഈ നിലവിലെ ഈ തെരച്ചിൽ കണ്ടിട്ട് എന്താ പറയാനുള്ളത്? ഞാൻ ഇതുവരെ TV ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തനം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പറഞ്ഞാൽ ഒരു 100-120 മണിക്കൂറായിട്ട് നമുക്ക് അതൊരു ഇതുവരെ ഇന്നലെ വരെയൊക്കെ നേരം വെളുത്താൽ കണ്ടു കിട്ടും എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ നാട്ടുകാരും വീട്ടുകാരെല്ലാവരും കൂടെ. ഇന്നിപ്പോൾ ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടും അതിലൊരു ഒരു മുന്നോട്ടുള്ള പോക്ക് കാണുന്നില്ല. ഞങ്ങളതിലൊക്കെ ഭയങ്കര ഇതുവരെയുള്ള പ്രതീക്ഷകൾ മങ്ങാണ്. ഞങ്ങൾ ഏതാനും മണിക്കൂറായല്ലോ, ഇതിപ്പോൾ ഇന്ന് നേരം വെളുത്ത് 12-1 മണിയാകാനായി ഇതുവരെ ഒരു ഇതും വന്നിട്ടില്ല. ഇതുവരെ നല്ല അനുകൂല കാലാവസ്ഥ, മഴയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ അനുകൂല കാലാവസ്ഥയായിരുന്നു. കൂടുതൽ മിഷനറീസ് വേണമെങ്കിൽ എത്തിച്ച് തെരച്ചിൽ നടത്താൻ സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? അത് തന്നെയാണ് അവിടെയുള്ള ഈ ലോറീൻ്റെ ഓണർ ഏകദേശം അടുത്തുണ്ട്. അവർ പറയുന്നത് ഒരു തൃപ്തരല്ല. എന്താ പറഞ്ഞാൽ കൂടുതൽ വലിയ മിഷനറീസൊക്കെ കൊണ്ടുവന്ന് ഇതിൽ ചെയ്യാവുന്നതാണ്, നമുക്ക് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരിപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫോണിൽ വിളിച്ചപ്പം പറയുന്നത്. അവർക്കൊന്നും വേറെ ഒന്നും മാർഗ്ഗമില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, കേരളം അല്ലാത്തതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലായിരുന്നു ഈ അപകടമെങ്കിൽ നമ്മൾ ആ ദിവസം തന്നെ അയാളെ പുറത്തേക്ക് എടുക്കില്ലായിരുന്നു. ആളുകളൊക്കെ തന്നെ അങ്ങനെയാണ് പറയുന്നത്. അത് ഉണ്ട്. കേരളം ആയിരുന്നെങ്കിൽ അന്ന് രാത്രി എത്ര വൈകിയാലും ആളെ കണ്ടെടുക്കുമായിരുന്നു. ഇതിപ്പം അവിടുത്തെ ഒരു സിസ്റ്റം അതാണ്. ആൾക്ക് അത്രേ ഒരു പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഇന്നലെയൊക്കെ പറഞ്ഞത് പ്രതികൂല കാലാവസ്ഥയാണ്, മഴയാണ്, മണ്ണിടിച്ചിലുണ്ടെന്നൊക്കെ തന്നെയാണ് അവിടുത്തെ SP-യും കളക്ടറൊക്കെ പറഞ്ഞത്. പക്ഷേ ഇന്ന് അനുകൂലമായ കാലാവസ്ഥയായിരുന്നു. തെരച്ചിൽ തുടങ്ങാൻ തന്നെ വൈകിയെന്ന് പറയുന്നു. റഡാർ എത്തിച്ചെങ്കിലും ഈ വാഹനത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ലെന്നാണ് വാർത്തകൾ അവിടെ നിന്ന് വരുന്നത്. അതിപ്പോൾ അവിടെ ചാർജുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഇന്ന് 9 മണി 9:15 കൂടി അവിടെ എത്തിയത് തന്നെ. അതിനുശേഷം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ ഒരുപാട് സമയം വൈകിയിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരി ഒരു കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അത് കുറച്ചുകൂടെ വലിയ മെഷീനറീസൊക്കെ കൊണ്ടുവന്ന് കാട്ടി ഇന്നെങ്കിലും ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണമാക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടുന്ന് കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രഷർ ചെലുത്തണമെന്നൊരു ആവശ്യമുണ്ടോ ഇനിയും? കേരള സർക്കാർ നിരന്തരം പ്രഷർ ചെലുത്തുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ ഡ്രൈവർ തന്നെ അന്വേഷണം പറഞ്ഞത് ഇവിടുന്നുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് സംവിധാനങ്ങളും ഒക്കെ അവിടെ ഉണ്ടെന്ന് അറിയുന്നത്. കേരള ഗവൺമെൻറ് അതിൻ്റെ പ്രഷറുകൾ അവിടെ ചുമത്തുന്നുണ്ടെന്ന് തന്നെ അറിയാൻ കഴിഞ്ഞത്. ശ്രുതി, ഏതായാലും നാട്ടുകാർ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. പക്ഷേ ഈ മണിക്കൂറുകൾ നീണ്ടു പോകുന്നതിനനുസരിച്ച് ആശങ്ക വർദ്ധിക്കുകയാണ്. കാരണം ചൊവ്വാഴ്ച രാവിലെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. GPS ഏറ്റവും അവസാനം ലഭിച്ച ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ അവിടെ നിന്ന് വണ്ടി ഒഴുകിപ്പോയ തുടങ്ങി കാര്യങ്ങളൊന്നും വ്യക്തതയില്ല. GPS സിഗ്നൽ എവിടെ നിന്നാണോ അവസാനം ലഭിച്ചത് അവിടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടി കൂടുതൽ മണ്ണുമാന്തി യന്ത്രമൊക്കെ തന്നെ ഉപയോഗിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അവിടെ ഹിറ്റാച്ച് ഉൾപ്പെടെയുള്ള മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെയുള്ള ചെറിയ സംവിധാനങ്ങളാണ്. ആ ദൃശ്യങ്ങൾ കണ്ടല്ലോ, അതിലും കൂടുതൽ വലിയ മിഷനറീസ് വരണമെന്നൊരു ആവശ്യമുണ്ടോ? മണ്ണൊക്കെ കാരണം വലിയ മൺകൂനിയാണ്, വലിയ കരിങ്കല്ലൊക്കെ ഉണ്ട് അവിടെ. ഇത് നമ്മളെ മിഷനറീസിൻ്റെ ഇതിൽ കേരളത്തിനെക്കാട്ടും വലിയ ഉയർന്നതിലാണ് കർണാടക ആന്ധ്രയൊക്കെ നിൽക്കുന്നത്. അവർക്ക് ഈ മിഷനറീസിൻ്റെ ഒരു കുറവും അവിടെ ഉണ്ടാവില്ല. അത് ഇത് എല്ലാ മിഷനറീസും ഇവിടുത്തേലും കൂടുതൽ എല്ലാ ഇതും അവിടെ തന്നെയാണ് ഉള്ളത്. അത് ഇവിടുത്തെ കേരളത്തിൻ്റെ മാതിരിയുള്ള ഒരു മനസ്സില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളത്. മിഷനറീസിൽ നമ്മളെക്കാട്ട് കുറേ മുന്നിൽ അവരുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ കുറേ കാലം അവിടെ ജോലി എടുത്ത ഒരാളാണ്. ഒരു 10-15 വർഷം അവിടെ താമസമാക്കിയുള്ള ഒരാളെന്ന നിലയിൽ എനിക്കറിയാം. ഈ വഴിക്കൂടെ പോയിട്ടുള്ള ആളാണോ? ഈ വഴിക്കൂടെ പോയിട്ടില്ല. ഞാൻ ഈ ബാംഗ്ലൂരും മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഞാൻ 10-15 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. മിഷനറീസിൻ്റെ കാര്യത്തിലും കർണാടക മുന്നിലാണ്. പക്ഷേ ആ രക്ഷാപ്രവർത്തനം നടത്താനുള്ള മനസ്സുകൂടി വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ ജനവാസ മേഖല കുറവാണ്, ആളുകൾ കുറവാണെങ്കിൽ കൂടി സർക്കാർ സംവിധാനങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള കൂടുതൽ ഫോഴ്സുകൾ എത്തിച്ച് കൂടുതൽ മിഷനറീസ്, പ്രത്യേകിച്ച് കർണാടകയിലൊക്കെ ഗനികളൊക്കെ തന്നെ കൂടുതലുള്ളതാണ്. ബുൾഡോസർ പോലുള്ള മറ്റ് യന്ത്ര സംവിധാനങ്ങൾ കൂടുതലുള്ളതാണ്. അവയൊക്കെ തന്നെ കൂടുതൽ ഈ സ്ഥലത്തേക്ക് വിന്യസിച്ച് വേഗത്തിൽ മണ്ണ് നീക്കം ചെയ്ത ഈ വാഹനം എവിടെയാണ്, അർജുൻ കുടുങ്ങിക്കിടക്കുന്ന വാഹനം എവിടെയാണെന്ന് കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ 4ാം ദിവസമായി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഈ വാർത്തകൾ വരുന്നു, കേരള സർക്കാർ ഇടപെടുന്നു. അങ്ങനെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തെരച്ചിൽ കുറച്ചെങ്കിലും ഊർജിതമാകുന്നു. അതിനു മുൻപ് കാര്യമായി തെരച്ചിൽ പോലും നടന്നിരുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച തെരച്ചിൽ രാത്രി 9 മണിയോടുകൂടി അവസാനിച്ചു. പിന്നീട് ഇന്ന് രാവിലെ തുടങ്ങാൻ വൈകി. ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫീസ് ടൈമിൻ്റെ സമയത്താണ് അവിടെ തിരച്ചിൽ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു തിരച്ചിലിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിലേ വന്നു എന്നാണ് നാട്ടുകാരും വീട്ടുകാരും പറയുന്നത്. അത് ഇനിയും വൈകാൻ പാടില്ല. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് വേഗത്തിൽ തിരച്ചിൽ നടത്തി ആ മണ്ണ് നീക്കം ചെയ്ത് അർജുനുള്ള ആ വീട് കണ്ടുപിടിക്കും
കണ്ടുപിടിക്കണമെന്നാണ് നാട്ടുകാരും വീട്ടുകാരുടെയും ആവശ്യം. കാരണം ഇനിയും വൈകും തോറും മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രതികൂല കാലാവസ്ഥയാണ് ഇന്നലെ കുറ്റം പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി വൈകി ആ തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നത്. ഇനിയും മഴ പെയ്ത് കഴിഞ്ഞാൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ മനാഫൊക്കെ തന്നെ സംസാരിച്ച സമയത്തൊക്കെ തന്നെ പറഞ്ഞാണ് രാവിലെയൊക്കെ തന്നെ വെള്ളം ആ മലമുകളിൽ നിന്ന് വരുന്നത് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ മഴ മാറിയതുകൊണ്ട് മലമുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് നിന്നിട്ടുണ്ട്. അത് മണ്ണിടിച്ചിലുള്ള സാധ്യത കുറയ്ക്കുകയാണ്. അതുകൊണ്ട് വേഗത്തിൽ മണ്ണ് ആ നല്ല അനുകൂലമായ ഈ കാലാവസ്ഥയിൽ മണ്ണ് വേഗത്തിൽ അവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ലോറി എവിടെയെന്ന് കണ്ടെത്തണം. കാരണം ഇന്നലെ രാവിലെ വരെ അർജുൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തിരുന്നു. ആ പ്രതീക്ഷ കുടുംബത്തിനുണ്ടായിരുന്നു. ഒപ്പം തന്നെ മിനിങ്ങാന്ന് ലോറിയുടെ GPS-ന്റെ ലൊക്കേഷൻ ലഭിച്ചതാണ്. അതുകൊണ്ട് അർജുൻ സുരക്ഷിതനായിട്ട് ആ ലോറിയുടെ ക്യാബിനകത്ത് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ഈ കുടുംബവും നാട്ടുകാരും ഉള്ളത്. അതുകൊണ്ട് വേഗത്തിൽ അർജുൻ്റെ അടുത്തേക്ക് എത്താനുള്ള വഴികളാണ് തുറക്കേണ്ടത്. അതിന് കർണാടക സർക്കാർ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കണം. കൂടുതൽ സംവിധാനങ്ങൾ വേണമെങ്കിൽ സൈന്യത്തെ പോലെ ഇറക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ രാവിലെ അവിടെ നിന്ന് വന്ന വാർത്തകൾ സൈന്യത്തിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്നാണ് അവിടുത്തെ SP പറഞ്ഞിരിക്കുന്നത്. നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തിരച്ചിൽ നടത്താമെന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ തിരച്ചിൽ വൈകുന്നു എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. അർജുൻ മാത്രമല്ല മറ്റാളുകളും ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നു. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. നമ്മൾ ഈ രീതിയിൽ ഇടപെടൽ നടത്തുന്നതുകൊണ്ട് മാത്രമാണ് ഈ സ്ഥലം കേന്ദ്രീകരിച്ച് അവിടെ തിരച്ചിൽ ഊർജിതമായെങ്കിലും നടക്കുന്നത്. പക്ഷേ ഈ സംവിധാനങ്ങൾ പോരാ. ഇനിയും കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് കൂടുതൽ മിഷനറീസ് എത്തിച്ച് വലിയ മണ്ണുമാന്തി എത്തിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തണമെന്നാണ് വീട്ടുകാരുടെ അർജുനെ കണ്ടെത്താൻ എത്രയും വേഗത്തിൽ ഉള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് അവിടെ നടത്തേണ്ടത്. അത് എത്രത്തോളം കേരളത്തിൽ നിന്നടക്കമുള്ള ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാകുന്നുണ്ട് എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്.